യദുക്കുട്ടന് ബോറടിച്ചോ? അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട്. വേണമെങ്കിൽ പുറത്തോട്ടൊന്ന് ഇറങ്ങി നടക്ക്. വേണ്ട വേണ്ട, ഞാൻ ഇവിടെ അമ്മൂമ്മയുടെ അടുത്ത് തന്നെ ഇരുന്നോളാം. അമ്മൂമ്മേ, ഞാൻ ഒരു കാര്യം പറയട്ടെ. യാമി ചേച്ചി തിരിച്ചു വരുമ്പോ കുട്ടിച്ചനെ കാണാൻ എന്തായാലും ഇങ്ങോട്ട് വരുമല്ലോ. അപ്പോ അമ്മൂമ്മ ചേച്ചിയോട് ഒരു കാര്യം പറയൂ. അമ്മയോട് ചോദിക്കാതെ നീ ഒരു സ്ഥലത്തും പോകാൻ പാടില്ലെന്ന്, പിന്നെ അമ്മയുടെ അടുത്ത് നിന്ന് അധിക ദിവസമൊന്നും മാറിയിക്കാൻ പാടില്ലെന്ന്. അത് യദുക്കുട്ടൻ പറഞ്ഞാ പോരെ? ഞാൻ പറഞ്ഞാൽ ചേച്ചി കേൾക്കില്ല, അമ്മ പറഞ്ഞാലും കേൾക്കില്ല. അമ്മയ്ക്ക് എന്ത് സങ്കടമാണെന്നറിയോ? അമ്മയും ഞാനും കൂടെ രാത്രി കിടക്കുന്നേ. ഉറക്കത്തിനിടയിൽ അമ്മ മോളെ മോളെന്ന് വിളിക്കും. എന്നിട്ട് എന്നെ അങ്ങ് ചേർത്ത് പിടിക്കും. എന്നിട്ട് ഉറക്കത്തിൽ എണീറ്റിരുന്ന് കരയും. കാണുമ്പോ സങ്കടം വരും അമ്മൂമ്മ. യാമിമോള് വരട്ടെ കേട്ടോ, അമ്മൂമ്മ പറയാം. ചേച്ചി കൂടെ ചിരിക്കാനും കളിക്കാനും ഒന്നും വരാത്തതിന് നല്ല സങ്കടം ഉണ്ടല്ലേ? ഉണ്ട്. ഞാൻ ചേച്ചിയുടെ പിന്നാലെ ഇങ്ങനെ നടന്നിരുന്നല്ലേ. സ്കൂളിലായാലും മ്യൂസിക് ക്ലാസ്സിലായാലും ബാഡ്മിന്റൺ ആയാലും ഒരു വാലാന്നാ പറയാ ചേച്ചിയുടെ ഫ്രണ്ട്സ്. എനിക്കത് കേൾക്കാൻ വലിയ ഇഷ്ടം. യാമിമോള് തിരിച്ചു വന്നാ അങ്ങനെയൊക്കെ തന്നെയാവും. യാമി ചേച്ചി എവിടെ പോകാനാ? മോന്റെയും അമ്മയുടെയും സ്നേഹം നിഷേധിച്ച് യാമിക്ക് ഒരുപാട് നാളൊന്നും ഒഴിഞ്ഞു നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇപ്പോ യാമി ചേച്ചി സ്കൂളിൽ നിന്നൊരു ട്രെയിനിങ്ങിന് പോയിരിക്കാണെന്ന് കരുതണം. അപ്പൊ പ്രശ്നം തീർന്നില്ലേ? യാമി ചേച്ചിയുടെ കൂടെ പോയിട്ടില്ലേ അസ്ത്രീ? അവരെ അമ്മയ്ക്ക് ഇഷ്ടമല്ല, എനിക്കും ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞല്ലോ, അതൊന്നും അതേ കാലം നിലനിൽക്കുന്നതല്ല. എന്താ അമ്മൂമ്മ? മോനെ, ആ ഫ്ലാസ്ക് ചൂടുവെള്ളം ഉണ്ട്, ഇങ്ങടുത്തെ. ഇതില് ചൂടുവെള്ളം ഇല്ല. എന്നാ അതവിടെ വെച്ചോ. ഇനിയിപ്പൊ എന്ത് ചെയ്യാൻ അമ്മൂമ്മ? സാരമില്ല മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരാറുള്ളതാ. കുറച്ച് ചൂടുവെള്ളം ചെന്നാ അങ്ങ് നിൽക്കും. എന്നാ ഞാൻ വെള്ളം ചൂടാക്കി കൊണ്ടുവരാം. അയ്യോ വേണ്ട, മോനൊന്നും ചെയ്യണ്ട. ഞാൻ ചൂടാക്കാം. മോൻ തീയുടെ അടുത്തൊന്നും പോവണ്ട. അമ്മയ്ക്ക് സുഖമില്ലാതാവുമ്പോ ഞാൻ ചൂടുവെള്ളം ഇട്ടു കൊടുക്കാറുള്ളതല്ലേ. എന്നാലും പോവണ്ട. അമ്മൂമ്മയുടെ ചുമ മാറണ്ടേ? ഞാൻ ഇട്ടോളാം. യദുക്കുട്ടാ, സൂക്ഷിച്ചേ. മോനെ, ഒരു പാത്രം കൈ തെറ്റി വീണതാ. മോനെ വേണ്ട, ഇനി പോരെ. അമ്മൂമ്മ ഒന്നും മിണ്ടായിരുന്നേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. അമ്മൂമ്മ ഗ്യാസ് കത്തി, ഇപ്പൊ റെഡിയാവേ. മോനെ സൂക്ഷിച്ച്. പതുക്കെ. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞു എന്നറിഞ്ഞാല് മായാമഹേശ്വരി ചിലപ്പോ നമ്മളെ തിരഞ്ഞെത്തില്ലേ? വരില്ല. എന്തിനാ വരുന്നത്? അവൾക്ക് നമ്മളെ കൊണ്ടുള്ള എല്ലാ ഉപകാരങ്ങളും കഴിഞ്ഞു. ഒന്ന് പൊരുതി നിൽക്കാൻ പോലും നമുക്ക് ശേഷിയില്ലെന്നറിയാം. പിന്നെ അതുമാത്രമല്ല, അവൾ ചതിച്ച കൂട്ടത്തിൽ ഒരേ ഒരാളല്ലല്ലോ ഞാൻ. എത്ര പേര് എത്ര സ്ഥലത്ത് ഇതേ അവസ്ഥയിൽ കിടക്കുന്നു എന്ന് ആർക്കറിയാം? അവരുടെ മോളുടെ അവസ്ഥ കേട്ടപ്പോഴാ ഇനി ഒരാൾ കൂടി ആ വഴിക്ക്. അവരൊരു നല്ല സ്ത്രീയാ.
കുറച്ചു മുമ്പേ ഞാൻ നമ്മുടെ ടോണിയെ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു ഡോക്ടർ വന്നിരുന്നു എന്ന് പറഞ്ഞപ്പോ അവൻ പേരും ഡീറ്റെയിലും ഒക്കെ ചോദിച്ചു. അവര് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ദൈവത്തിന്റെ സ്ഥാനമാ അവർക്കുള്ളത്. എന്തു പറഞ്ഞിട്ടെന്താ? മനസ്സിൽ നന്മ സൂക്ഷിക്കുന്നവര് തളർന്നു വീണു പോകും ജോസേട്ടാ. ദൈവങ്ങളൊക്കെ വീണവരുടെ കൂടെ നിൽക്കില്ല, വീഴ്ത്തിയവരുടെ കൂടെ നിൽക്കൂ. പ്രതീക്ഷകളൊന്നും കൈവിടാറായിട്ടില്ല. എന്നെങ്കിലും ഒരിക്കൽ ഇതേ മായാമഹേശ്വരിയുടെ ഒരു വീഴ്ച ഞാനും നീയും കേൾക്കും. കോടികൾ സമ്പാദിച്ച് ബാങ്കിൽ കൂട്ടിയിട്ടിട്ടുണ്ടാവും. ഉന്നതങ്ങളിലൊക്കെ ഒരുപാട് ബന്ധമുണ്ടാവും. ഇനി അഥവാ അവർക്കെതിരെ ഒരു പരാതി വന്നാൽ പോലും അവര് നിസ്സാരമായിട്ട് അതിനെ മറികടക്കും. നമ്മൾ കണ്ടതല്ലേ. പിന്നെ എന്തെങ്കിലും ഒരു പ്രതീക്ഷ വേണമല്ലോ നമുക്ക്. ഈ കിടപ്പ് മരണം വരെ നീണ്ടുപോകാൻ. കുഞ്ഞുനാളിൽ എന്നെപ്പറ്റി എല്ലാരും പറയുമായിരുന്നു, ജോസിന് കണ്ണ് രണ്ടല്ല, തലയ്ക്ക് ചുറ്റുമുണ്ടെന്ന്. അടുത്തു വരുന്ന ഒരാളെ മനസ്സിലാക്കാനുള്ള എന്റെ കഴിവ് ബിസിനസ് ലോകത്തും ആളുകൾ ഗംഭീരമായിട്ട് തന്നെ പറഞ്ഞു. പക്ഷേ ഒരബദ്ധം, ഒരേ ഒരു അബദ്ധം, അതിലാ വീണത്. പോട്ടെ, താൻ പറഞ്ഞതുപോലെ മരണം കാത്ത് കിടപ്പല്ലേ, അതൊന്നും എത്രയും പെട്ടെന്ന് ആയാൽ മതിയായിരുന്നു. ഇത് കേൾക്കാനല്ല ഞാൻ പറഞ്ഞത്. വിഷമം കൊണ്ട് എന്തോ വിളിച്ചു പറഞ്ഞതാ. ആ പ്രാർത്ഥനയെങ്കിലും കേട്ടില്ലെങ്കിൽ പിന്നെ കർത്താവും മാലാഖമാരും ഒക്കെ എന്തിനാ? വെള്ളം ചൂടായി തുടങ്ങി അമ്മുമ്മേ. നല്ല ചൂട് വേണോ? വേണ്ട, ആയിടത്തോളം മതി. മോൻ ഇറങ്ങിക്കോ. മോൻ അവിടെ നിന്നിട്ട് അമ്മൂമ്മയ്ക്ക് ഒരു സമാധാനവും കിട്ടുന്നില്ല. അമ്മുമ്മ സമാധാനമായിട്ട് കിടന്നോ, ഞാൻ എടുത്തോണ്ട് വരാം. അയ്യോ, ഫ്ലാസ്ക് എടുത്തില്ലല്ലോ. വെള്ളം തിളച്ച അമ്മേ, ഇപ്പൊ എടുക്കാവേ. എന്തൊരു കഷ്ടമാ. എനിക്ക് വേണ്ടി എന്റെ കുട്ടിയെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടി വന്നല്ലോ. ഞാനമ്മയുടെ പേരക്കുട്ടിയല്ലേ, പിന്നെ ചെയ്താലെന്താ? പറ്റിയോ? മോന്റെ ദേഹത്ത് വെള്ളം വീണോ? ഇല്ല, ദൂരെ വീണ. എനിക്കൊന്നും പറ്റിയില്ല. അമ്മൂക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മൂമ്മ എഴുന്നേക്ക് അമ്മൂമ്മ, പ്ലീസ്. കരയില്ലേ? കുഴപ്പമില്ല. അമ്മൂമ്മ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കുട്ടിച്ച വരട്ടെ, സാരമില്ല. ഞാൻ കുട്ടിച്ചിനെ നോക്കിയിട്ട് വരാം. മോൻ എന്തിനങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ഇരിക്കേ. അമ്മൂമ്മയെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നില്ലേ? അമ്മ ഇപ്പൊ വരും. എന്നാലും ഞാൻ കാരണമല്ലേ അമ്മൂമ്മയ്ക്ക് എങ്ങനെ പറ്റിയ? അമ്മൂമ്മ ഇടയ്ക്കിടയ്ക്ക് കട്ടിൽ നിന്ന് എഴുന്നേക്കാനൊക്കെ നോക്കും. ഇതിപ്പോ എന്താ പെട്ടെന്ന് ഇങ്ങനെ പറ്റിയെന്ന് അറിഞ്ഞൂടാ. അമ്മ വരട്ടെ, അപ്പൊ മോന് സമാധാനാവുമല്ലോ. ആ കുടിച്ചോ? മോള് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവരപ്പം തന്നെ വണ്ടി അയച്ചു. അവരമ്മയെ നോക്കുന്നുണ്ട്. അമ്മ, ഞാൻ അമ്മൂമ്മയെ നോക്കിട്ട് വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. എന്റെ എതുക്കുട്ടായി, ഇയാൾ എന്തിനാ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? അമ്മൂമ്മയ്ക്കൊന്നും ആവാതിരുന്നാ മതിയായിരുന്നു.
അതെ, ഈ ഹോസ്പിറ്റലിലുള്ളവർ മുഴുവൻ ദൈവത്തെ പോലെ കരുതുന്ന ഒരാളാണ് ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയത്. ഡോക്ടർ മൈഥിലിയെ കണ്ടാൽ തന്നെ സമാധാനം കിട്ടുമെന്ന ആൾക്കാർ പറയുന്നു. എന്നിട്ട് ഇങ്ങനെ നീ സങ്കടപ്പെട്ടാലോ? ഇങ്ങോട്ട് വാ, ഇരിക്കെ. യദുക്കുട്ടനേക്കാ വിഷമ അമ്മൂമ്മയ്ക്കാ. എന്തിനാന്നറിയോ? മോനെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്നും പറഞ്ഞിട്ട്. എന്തായി മോളെ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല കുട്ടിച്ച. കട്ടിലിന്ന് വീണതിന്റെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ആ ശ്വാസം മുട്ട് വന്നില്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടും. ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. ഞാനിപ്പോ അമ്മയായിട്ട് സംസാരിച്ചു. കുട്ടിച്ചനൊന്ന് കയറാൻ പറ്റുമോ? കുറച്ച് കഴിയട്ടെ കുട്ടിച്ച. അതെ, ഇവിടെ ഒരാള് സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെയാ സമാധാനിപ്പിക്കേണ്ടത്. ഞാൻ അമ്മൂമ്മയ്ക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാ അമ്മേ. പാത്രം ഇറക്കുമ്പോ പെട്ടെന്ന് കൈ പൊള്ളിപ്പോയി, അതാ താഴെ വീണ. ഓ, അത് സാരമില്ല. മോൻ ചെയ്തത് പരിചയമില്ലാത്ത കാര്യമല്ലേ. എന്നാലും ഞാൻ കാരണം അമ്മൂമ്മ വീണില്ലേ? അത് പിന്നെ അങ്ങനെയല്ലേ. അമ്മയായാലും അമ്മമ്മയായാലും മോന്റെ കരച്ചിൽ കേട്ട് അങ്ങോട്ട് ഓടി വരാൻ തോന്നില്ലേ? മോൻ വിഷമിക്കണ്ട കേട്ടോ. അമ്മൂമ്മയെ നമുക്ക് ട്രീറ്റ് ചെയ്ത് പെർഫെക്റ്റ് ആക്കി തിരിച്ചു കൊണ്ടുവരാം. എന്റെ ഭാഗത്തുനിന്നും അബദ്ധം പറ്റി. പോയ സ്ഥലത്ത് നിന്ന് തിരിച്ചെത്താൻ അല്പം വൈകി. ആ, ഇനി ആരും സ്വയം കുറ്റപ്പെടുത്തണ്ട കുട്ടിച്ച. തൽക്കാലം ഇത്രയല്ലേ ഉണ്ടായുള്ളൂ. അല്ല മോളെ, മോനെ ഇവിടെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇരുത്തണോ? കുട്ടിച്ചൻ വേണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി വിടാം. ഞാൻ പോകുന്നില്ല, എനിക്ക് അമ്മൂമ്മയെ കാണണം. എന്നാ കണ്ടിട്ട് പോയാ മതി. അവൻ എൻ്റെ അടുത്ത് നിൽക്കട്ടെ കുട്ടിച്ച. അവിടെ പോയാലും തനിച്ചിരിക്കണ്ടേ. ഞാനിപ്പോ വരാം. മോൻ എന്തെങ്കിലും കഴിക്കണോ? നമുക്ക് ക്യാൻറ്റീനിലേക്ക് പോവാം. എനിക്കൊന്നും വേണ്ട കുട്ടിച്ച. ശരി, അമ്മൂമ്മയെ കണ്ടു കഴിഞ്ഞിട്ട് എന്റെ കൂടെ വരുമോ? വരാം. ഇതെന്താടോ ഓട്ടോയില്? ഞാൻ കരുതി താൻ മൈഥിലിക്കൊപ്പമായിരിക്കും വരുന്നതെന്ന്. ഒന്നിച്ചാ വന്നേ. പെട്ടെന്ന് മൈഥിലിക്ക് ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു. കുട്ടിച്ചന്റെ ഭാര്യ കട്ടിലിന്ന് വീണു. എന്നിട്ട് കുഴപ്പം വല്ലതും ഉണ്ടോ? കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാ പറഞ്ഞേ. പിന്നെ ലക്ഷ്മിയമ്മയുടെ മൈഥിലിക്കുള്ള അടുപ്പറിയാലോ. അപ്പൊ ഇന്ന് മൈഥിലി അവിടെ തന്നെ ആവും. രണ്ടാളും കൂടി എവിടെയാ പോയത്? പറയാം, വാ. കാര്യം പറയാൻ ഇത്രയും സസ്പെൻസ് വേണോ? ഇനി പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ മായാ മഹേശ്വരിയെ കുറിച്ച് ഒരു അന്വേഷണത്തിന് പോയതാ. എവിടെ? മായാ മഹേശ്വരിയുടെ ഭൂതകാലം തെരഞ്ഞൊരു യാത്ര. വേണമെങ്കിൽ അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഭീകരമാണ് രഞ്ജിത്തെ. സാരംഗിനെ പോലെ മറ്റു ചിലരുടെ കൂടെ മായാ മഹേശ്വരി കൂട്ടുകൂടിയിട്ടുണ്ട്. അതിലാദ്യത്തെ ആളാ ജോസേട്ടൻ. വലിയ സമ്പന്നനായിരുന്നു. ഇപ്പൊ തളർന്നു കിടക്കുക. അയാളുടെ ബിസിനസ്സും കുടുംബമൊക്കെ തകർത്തു കളഞ്ഞത് മായാ മഹേശ്വരിയാ. നിങ്ങൾ എങ്ങനെ അവിടം വരെ എത്തി? അന്വേഷിച്ച കണ്ടുകിട്ടാനാണോ പ്രയാസം? പക്ഷെ ഒരു കാര്യം, മായാ മഹേശ്വരിയുടെ കാര്യം പറഞ്ഞ് സാരംഗിനോട് താൻ ഏറ്റുമുട്ടാനൊന്നും നിൽക്കണ്ട. ഞാനില്ല. മൈഥിലി ഇങ്ങനൊരു അന്വേഷണത്തിന് ഇറങ്ങി തിരിച്ചത് തന്നെ യാമിയെക്കുറിച്ചുള്ള പേടിയാ. പോയി വന്നപ്പോ അതൊന്ന് കൂടിയിട്ടേ ഉള്ളൂ. ഇനി ബാക്കി മൈഥിലി നോക്കിക്കോളൂ. ആ, പറയാൻ മറന്നുപോയി. ആവണി തിരിച്ചെത്തിയിട്ടുണ്ട്. അവൾക്ക് ക്ലാസ് ഇല്ലേ? സമരം പോയ ഉടനെ തന്നെ തിരിച്ചെത്തി. കുറച്ചു നേരം ഞാനിവിടെ എന്റെ കൂടെ പിടിച്ചിരുത്തി. അത് കഴിഞ്ഞപ്പോ മുറിയിലേക്ക് വലിഞ്ഞു കളഞ്ഞു. ഞാനൊന്ന് നോക്കട്ടെ. ആവണി, ആവണി, ഇതെന്തിനാ നീ കരയുന്നേ? എന്തു പറ്റി? രഞ്ജിത്തെ, രഞ്ജിത്തെ, മോളെ. എന്താ? ദേ ഇവള് കരയാ.
ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മോളെ എന്താടി? അത് പിന്നെ ചേട്ടൻ വെറുതെ ഓരോന്നൊക്കെ ചോദിച്ചിട്ട്. എന്താ നീ പറയുന്നേ? ചേട്ടൻ പറയുവാ എനിക്ക് ആരോടെങ്കിലും പ്രേമമുണ്ടോന്ന്. എന്റെ ദൈവമേ, ഇതാണോ കാര്യം? ഞാൻ പേടിച്ചുപോയി. അവണി, മനുഷ്യനെ ഇങ്ങനെ ഞെട്ടിച്ചു കളയല്ലേ. എന്റെ അനാമികെ, ഞാൻ പറഞ്ഞു MA പഠിക്കുന്ന ആളല്ലേ, ഇക്കാലത്തെ പെൺകുട്ടിയല്ലേ, എന്തെങ്കിലും അഫെയർ ഉണ്ടോന്നൊന്ന് ചോദിച്ചു പോയി. അത് ഇത്രയും വലിയ പ്രശ്നമാവെന്ന് ഞാൻ കരുതിയില്ല. എനിക്കങ്ങനെ ആരോടും ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. എന്റെ പൊന്നെ, ഈ കരച്ചിലൊന്ന് നിർത്ത്. അല്ലടി പെണ്ണെ, ഇനിയിപ്പോ ഒരു പ്രേമം ഉണ്ടായാൽ തന്നെ എന്താ കുഴപ്പം? എനിക്ക് അങ്ങനെയൊന്നുമില്ല. അനാമികെ, ഇനി കളിയായിട്ടും കാര്യമായിട്ടും ഞാൻ ഈ കക്ഷിയോട് ഒന്നും സംസാരിക്കാനില്ലേ? കേട്ടല്ലോ, ഏട്ടൻ ഇനി മിണ്ടില്ല. അപ്പൊ നിനക്ക് സമാധാനം കിട്ടുമോ? അയ്യോ, മിണ്ടണം. ഞാൻ മിണ്ടുമെന്ന് പറഞ്ഞാലേ ഇങ്ങനെ എന്തെങ്കിലും ഓപ്പൺ ആയിട്ട് അങ്ങ് ചോദിക്കും. പിന്നെ പരാതിയും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വന്നേക്കരുത്. കരയാൻ കണ്ടൊരു കാര്യമേ. എന്താടി പൊട്ടി പെണ്ണെ ഇത്? ഒരു നിസ്സാര കാര്യത്തിന് ഇങ്ങനെ കിടന്ന് മോങ്ങാൻ നാണം തോന്നുന്നില്ലേ നിനക്ക്? അല്ല, സാധാരണഗതിയില് എന്തെങ്കിലും കുരുത്തക്കേട് മനസ്സിലുള്ളവരാ പെട്ടെന്ന് ഇങ്ങനെ പ്രതികരിച്ചു കളയുന്നെ. ശരിക്കും നിനക്ക് വല്ല പ്രേമം ഉണ്ടോടി? ചേച്ചി,